ഫിനാൻഷ്യലി ഡിസിപ്ലിൻ ഉള്ള ഒരാൾക്കാട്ടോ ഫിനാൻഷ്യലി സ്റ്റാബിൾ ആകാൻ കഴിയുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ ഒരുപാട് നമ്മളെ ആഗ്രഹങ്ങൾ, ഇപ്പോൾ നമ്മളെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ അതിൽ നിന്ന് മാറിക്കേണ്ടി വരും. അങ്ങനെ പലതും ചെയ്താലാണ് അയാൾ ഫിനാൻഷ്യൽ സ്റ്റാബിൾ ആവാനുള്ള ചാൻസ് ഉള്ളൂ. ആ ഫിനാൻഷ്യൽ സ്റ്റാബിൾ ആയാൽ നമ്മൾ അന്ന് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ഡബിളായിട്ട് നമുക്ക് ചെയ്യാനും കഴിയും. അതാണ് ഫിനാൻഷ്യൽ ഒരാൾ സ്റ്റാബിളായി എന്തും നേരിടാനുള്ളൊരു എക്കണോമിക് പവർ നമ്മുടെ അടുത്ത് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റുള്ള നമ്മൾ മുന്നേ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ വളരെ ചെറുതായിട്ട് തോന്നും. പിന്നെ നമുക്ക് അതിന് ഡബിളായിട്ട് നേടിയെടുക്കാനും കഴിയും കേട്ടോ. അപ്പം ഫിനാൻഷ്യൽ സ്റ്റാബിൾ ആവാനും ഫിനാൻഷ്യൽ ഡിസിപ്ലിനും മസ്റ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ നേടുക എന്നുള്ളത് ഭയങ്കര വൈഡായിട്ടുള്ള സബ്ജക്റ്റ് ആട്ടോ. അപ്പോൾ ഞാനതിൻ്റെ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം, ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ സൗദി അറേബ്യയിൽ ഏകദേശം 8 കൊല്ലം നിന്നിന്. ദുബായിലിപ്പോൾ കുറച്ചായിട്ട് ദുബായിലുണ്ട്, അതായത് 2 കൊല്ലത്തോളം ദുബായിലുണ്ട്. ചിലവർ പറയും സൗദി അറേബ്യയിലെ പൈസക്ക് ബർക്കത്തുണ്ട്, ദുബായിലെ പൈസക്ക് ബർക്കത്തില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം രണ്ടിടത്തും ഫിനാൻഷ്യൽ സെറ്റപ്പും ഫിനാൻഷ്യലായിട്ട് ഒരാൾക്ക് നേടാൻ വിചാരിച്ചാലും രണ്ടിടത്തും നേടാം. ദുബായിൽ വന്നിട്ട് ഫസ്റ്റായിട്ട് ഇവിടെയുള്ള ചെക്കന്മാർക്ക് പറ്റുന്ന ഒരു മിസ്റ്റേക്ക് എന്താ പറയുക, ഞാൻ എൻ്റെ ഒരു മൈൻഡിൽ കണ്ടതാണ്. നിങ്ങൾക്ക് അതിൽ തെറ്റുണ്ടെങ്കിൽ അതങ്ങനെയല്ല, നിങ്ങൾക്ക് തിരുത്തിയിട്ട് കമൻ്റ് ഇടാം. ദുബായിൽ വന്ന ഒരാൾക്ക് പറ്റുന്ന ഫസ്റ്റ് മിസ്റ്റേക്കാണ് 1-2 സാലറി കിട്ടുമ്പോഴത്തിന് വലിയൊരു ഐഫോൺ എടുക്കാനോ, മറ്റുള്ള ആളുകളൊക്കെ ഇവിടെ അധികം ആൾക്കാരും നല്ല നല്ല ഫെസിലിറ്റീസ് ഉപയോഗിക്കണം. ഈ ദുബായിലിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇതും അഫോർഡായിട്ടുള്ളൊരു രാജ്യമാണ്. അപ്പോൾ എന്ത് ഇതും നമുക്ക് പെട്ടെന്ന് നേടിയെടുക്കാൻ ഇവിടെ കഴിയും. അപ്പോൾ ഒരാൾക്ക് പെട്ടെന്ന് മേടിക്കാൻ ഇവിടെ എളുപ്പമാട്ടോ. അതിനുള്ള സംഭവമാണ് ഇവിടെ ടാബി എന്നുള്ളൊരു പ്ലാറ്റ്ഫോം. ടാബ് ഉണ്ടായാൽ ഒരാൾക്ക് എന്തും മേടിക്കാം. അതിൻ്റെ 4, 5, 6 പേയ്മെൻ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് ടാബി ചെയ്താൽ സംഭവം കിട്ടും. അപ്പം എന്താണ് നമ്മൾ ഒരു കടക്കാരനായി മാറുകയാണ്. പിന്നെ നമ്മൾ ടാബി മാസം അടക്കാൻ വേണ്ടിയിട്ട് പണിയെടുക്കേണ്ട ഒരു അവസ്ഥ വരാണ്. ഫിനാൻഷ്യലി നമ്മൾ സെറ്റപ്പ് ആക്കാനുള്ളൊരു ഐഡിയ നമുക്ക് പിന്നെ കിട്ടില്ല. പിന്നെ നമ്മൾ എന്താ ഈ ടാബി അടക്കുക, പിന്നെ നെക്സ്റ്റ് വേറെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുക, വീണ്ടും ടാബി അടക്കുക. പിന്നെ 50 നാട്ടിൽ പോകാനാവും. ആ നാട്ടിൽ പോകുന്ന ടൈമിൽ നാട്ടിലുള്ള എക്സ്പെൻസ്, നാട്ടിൽ പോയിട്ട് നാട്ടിലുള്ള ഒരുപാട് കാര്യങ്ങൾ, അവിടെയുള്ള എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ചിലവായിട്ടാണ് അതിനുള്ള പൈസ പിന്നെ തിരിച്ചു വരും. പിന്നെ എന്തെങ്കിലും ടാബിൽ പേയ്മെൻറ്റ് ചെയ്യും. അങ്ങനെ ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. അവർക്ക് ഒരിക്കലും ഫിനാൻഷ്യലി സ്റ്റാബിൾ ആവാൻ കഴിയില്ല. ഉള്ളത് പറയാനുള്ളൂ, ഫിനാൻഷ്യലി സ്റ്റാബിൾ ആവണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ശരിക്ക് ശ്രദ്ധിക്കാൻ ജീവിതത്തിൽ. ഇപ്പോൾ പല ആഗ്രഹങ്ങളും നമ്മൾ മാറ്റി വെക്കേണ്ടി വരും. പല കാര്യങ്ങളും നമ്മൾ മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിനെ ഡബിള് കിട്ടും കേട്ടോ. നമ്മൾ എത്രത്തോളം സേവ് ചെയ്യുന്നോ അത് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറ്റണോ, ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് റിട്ടേൺസ് വന്നിട്ട് ആ റിട്ടേൺ കൊണ്ട് നമ്മൾ ആഗ്രഹങ്ങൾ നമ്മൾ നേടിയെടുക്കുമ്പം അത് വേറൊരു അന്തസ്സാട്ടോ. ഓക്കെ, അല്ലാതെ നമ്മൾ ടാബ് എടുത്ത് ആ ടാബിൻ്റെ പൈസ അടച്ചു കൊടുക്കുക. ഒരു ശരിക്കും പറഞ്ഞാൽ ടാബ് പറഞ്ഞാൽ ഒരു കമ്പനി, നമ്മൾ ഒരാളോട് കടം വെച്ചില്ലെങ്കിലും ഒരു കമ്പനിയോടുള്ള കടക്കാരനാവല്ലേ. ഇപ്പം പെട്ടെന്ന് ഒരു എക്സാമ്പിൾ, ആർക്കും അങ്ങനെ ഒന്നും വരാണ്ടിരിക്കട്ടെ, ഒരു എക്സാമ്പിൾ, ഇന്ന് തന്നെ നിങ്ങളെ ജോലി നഷ്ടപ്പെട്ടാണ്. ഇന്ന് തന്നെ നിങ്ങളെ ജോലി